പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ വെണ്ണ മോഷ്ടിച്ചു വിറ്റു. സംഭവത്തിൽ ക്ഷേത്രത്തിലെ സ്ഥിരം ജീവനക്കാരൻ പിടിയിൽ. 7 ദിവസം മുമ്പായിരുന്നു ഇക്കാര്യം ക്ഷേത്ര അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ സീനിയർ ഫിനാൻസ് ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിഷയം ഏറെ ഗൗരവമുള്ളതാണെന്ന് അറിഞ്ഞതോടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടേയില്ലെന്നും താൻ അറിഞ്ഞിട്ടില്ലെന്നുമാണ് ഇതേക്കുറിച്ച് വിവരങ്ങൾ തേടാൻ കലാകൗമുദി സമീപിച്ചപ്പോൾ ഫിനാൻസ് ഓഫീസർ നൽകിയ മറുപടി. കഴിഞ്ഞ 6 വർഷമായി ഭഗവാന്റെ പേരിൽ ഭക്തർ നേർച്ചയായി നൽകുന്ന വെണ്ണയാണ് പുറത്ത് വൻ തുകയ്ക്ക് വിൽപ്പന നടത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിഴക്കേ നടയിൽ 8 അടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിഷ്ഠയുണ്ട്. ഈ പ്രതിഷ്ഠയിൽ എല്ലാ ദിവസവും വെണ്ണ ചാർത്തൽ വഴിപാടുണ്ട്. പ്രതിദിനം 5.5 കിലോ വെണ്ണയാണ് ഈ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായി ആവശ്യമായിട്ടുള്ളത്. ഓരോ ദിവസവും 10-ലധികം പേരാണ് വെണ്ണ വഴിപാടായി ക്ഷേത്രത്തിന് നൽകുന്നത്. എന്നാൽ അത്രയും വെണ്ണ വഴിപാടിന് ആവശ്യമായി വരുന്നില്ല. ഈ പഴുതുപയോഗിച്ചാണ് ക്ഷേത്ര ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയത്. വഴിപാട് നടത്തുന്ന ഭക്തരിൽ പലരും നേർച്ച നടത്തിയ വെണ്ണ പ്രസാദമായി വാങ്ങാൻ വരാറില്ല. കൂടുതലും ദൂരസ്ഥലങ്ങളിലുള്ള ഭക്തരായിരിക്കും വഴിപാട് ബുക്ക് ചെയ്യുക. ഒരാൾ കുറഞ്ഞത് 1 കിലോ വെണ്ണയെങ്കിലും സംഭാവനയായി നൽകും. ഇതിനുള്ള രസീത് ക്ഷേത്രം കൃത്യമായി ഭക്തർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. വഴിപാടിനായുള്ള വെണ്ണ മൊത്തമായാണ് ക്ഷേത്രത്തിലേക്ക് വാങ്ങാറുള്ളത്. ഓരോ ദിവസവും 10 കിലോയുടെ വഴിപാടുണ്ടെന്ന തരത്തിൽ, അതായത് 10 പേർ വഴിപാട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ സ്റ്റോക്കിൽ നിന്ന് വെണ്ണ എടുക്കും. ഈ വെണ്ണയിൽ 5 കിലോ മാത്രമാണ് വഴിപാടിന് വേണ്ടത്. ബാക്കിയുള്ള വെണ്ണ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തിയാണ് ജീവനക്കാരൻ തട്ടിപ്പ് നടത്തിയത്. വഴിപാട് നടത്തിയതാണെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും പണം വാങ്ങി വെണ്ണ വിറ്റിരുന്നതായാണ് വിവരം. ഇതിനു പുറമെ ക്ഷേത്രത്തിന് സമീപത്തെ വെജിറ്റേറിയൻ ഹോട്ടലുകൾക്കും ഇയാൾ സ്ഥിരമായി വെണ്ണ വിറ്റിരുന്നു. ഭക്തർ നേർച്ചയായി വാങ്ങി നൽകിയിരുന്ന വെണ്ണയാണ് ജീവനക്കാരൻ പുറത്തേക്ക് കടത്തി വിറ്റത്. 1 കിലോ വെണ്ണയ്ക്ക് കുറഞ്ഞത് 600 രൂപയാണ് വില. ഇങ്ങനെ 10 കിലോയോളം പ്രതിദിനം ഇയാൾ പുറത്തേക്ക് കടത്തി വിറ്റിരുന്നതായി കണ്ടെത്തിയെന്നാണ് വിവരം. ഈ രീതിയിൽ കഴിഞ്ഞ 6 വർഷത്തിനിടെ 1 കോടിയിലേറെ രൂപ ഇയാൾ വെണ്ണ കട്ട് കീശയിലാക്കി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട സീനിയർ ഫിനാൻസ് ഓഫീസർ ഇതേക്കുറിച്ച് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഫിനാൻസ് ഓഫീസർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറി. എന്നാൽ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ആരായാൻ ഫിനാൻസ് ഓഫീസറെ സമീപിച്ചപ്പോൾ അങ്ങനെയൊരു വിഷയം താൻ അറിഞ്ഞിട്ടേയില്ലെന്നായിരുന്നു മറുപടി. നേരത്തെ ക്ഷേത്രത്തിലെ ഗോശാലയിൽ നിന്നും പാൽ മോഷ്ടിച്ചു വിറ്റ സംഭവം കൈയോടെ പിടികൂടിയിരുന്നു. അതിൽ കുറ്റക്കാരനായ ജീവനക്കാരനെതിരെ നടപടിയും എടുത്തിരുന്നു. അതിനു പുറമെ ക്ഷേത്രത്തിലെ തീവെട്ടിക്ക് വേണ്ടി വാങ്ങിയിരുന്ന എണ്ണ ഇത്തരത്തിൽ പുറത്തേക്ക് കടത്തി വിൽപ്പന നടത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഈ എണ്ണ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിനായിരുന്നു ജീവനക്കാർ നൽകിയിരുന്നത്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വെണ്ണ കട്ട സംഭവം പുറത്തു വരുന്നത്.